നാലും ലച്ചു ഭയങ്കര കഷ്ടാട്ടോ ഇത്. അമ്മയും പോയാ? പിന്നെ അല്ലാണ്ട് എന്നിട്ട് നിങ്ങളെന്താ എന്നോട് പറയാണ്ട് പോയേ? നിന്റെ അമ്മായിയമ്മയല്ലേ, നിനക്കെപ്പോഴെങ്കിലും പോവാലോ. അത് ഞങ്ങള് വേണോ കൂടെ? മൂടുപോയി. ഒന്നാമത് ഞാൻ ഡെസ്പായിട്ടിരിക്കുക. അച്ഛൻ എന്നെ സഹായിക്കുമോ? നമുക്ക് അവിടെ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ജംഗ്ഷൻ വരെ പോയിട്ട് വരാം. ജംഗ്ഷൻ വരുമൊന്നും അല്ല അച്ഛാ, എനിക്ക് ഭയങ്കര കുറ്റബോധമൊക്കെ ഫീൽ ചെയ്യുന്നു. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പുറത്തൊക്കെ പോയി ചില്ലൊക്കെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് ഞാൻ സിദ്ധുവിന്റെ വീട്ടിൽ പോയി നിൽക്കാം. അത് നല്ലൊരു ഐഡിയ ആണ് അച്ഛാ. നമുക്ക് എവിടെയും പോയി ചില്ലിയ. അധികം ദൂരം ഒന്നും പോണ്ട, അടുത്തെവിടെയും പോയാൽ മതി. ഗോവയോ മണാലിയോ. ഗോവയോ മണാലിയാ? ട്രിപ്പ് ക്യാൻസൽ അച്ഛാ. ബാലു പോവാന്നേ. ഈ എപ്പോ നോക്കിയാലും വീട് ഓഫീസ് നമുക്ക് എവിടെയെങ്കിലും കറങ്ങിയിട്ടൊക്കെ വരാം. വാ, നമുക്കേ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെയെങ്കിലും അടുത്ത സ്ഥലം ഉണ്ടോ നോക്കട്ടെ. ഓക്കെ. പക്ഷെ ഗോവ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. കുറ്റബോധം എനിക്കല്ലേ, ഞാൻ തീരുമാനിച്ചോളാം അവിടെ പോണം. പോവാടാ, സെറ്റ്. ആ ബൈ. ഓ, ഒരു വിധത്തിൽ ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ആണോ? ആ, പക്ഷെ ഒരു കണ്ടീഷൻ, വെള്ളം അടി പാടില്ല. വെള്ളോടി ഇല്ലേ? എന്നാ പിന്നെ നിങ്ങൾ ഓടിക്കോ, ഞാൻ പോകണം. ഞാനും ഇല്ല. നിങ്ങളില്ലാതെ പിന്നെ എന്തോന്ന് ആഘോഷം? ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞ് ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് അടിച്ച് പോകാനാണോ? വെള്ളോടി ഇല്ലാണ്ട് എന്താ ആഘോഷമാണ് ബോസ് ഏട്ടാ? വെള്ളം ഇല്ലാതെ പരമ പോരായിരിക്കും. പിന്നല്ലാണ്ട് ഈ നമുക്ക് ഇത് ഇല്ലാതെ തന്നെ നമുക്കൊന്ന് ആഘോഷിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണ്ടേ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഫാമിലി ആയിട്ട് വാ, ബാക്കിയൊക്കെ നമുക്ക് സെറ്റാക്കാന്ന്. അതെ, നമ്മളിങ്ങനെ കൂടുന്ന കാര്യം നമ്മുടെ ബാലുവണ്ണ അറിഞ്ഞാ? ബാലുവണ്ണെ കൂടെ വിളിക്കണ്ടേ? എന്നാലും ഒരു രസമുള്ളൂ. അതുള്ളതാ, നമ്മളിങ്ങനെ സ്ഥിരം പരിപാടി കൂടുന്ന സമയത്ത് ബാലുവണ്ണ വിളിക്കുന്നില്ല എന്ന് സ്ഥിരം പരാതിയാണ്. അതെ, ബാലുവണ്ണ വിളിക്കണം. പിന്നല്ലാണ്ട്. എന്നാ പിന്നെ ബാലുവിനെ കൂടെ വിളിക്കാം. അതാകുമ്പോ പൊളിക്കും. ഇപ്പൊ തന്നെ വിളിക്കും ബാലുവണ്ണ. ശരി, ഇപ്പൊ തന്നെ വിളിക്കാം. ഇതാര് ബോസാ? എന്താ ബോസേ? അതുമില്ലാതെ വിളി. നീ എവിടെ ഉണ്ട്? ആ ശരി. ഞാൻ വിളിച്ചേട്ടാ, നമ്മളൊരു ഗെറ്റ് ടുഗദർ വെച്ചിരിക്കുകയാണ്. ഗെറ്റ് ടുഗദറാ? നിന്റെ വീട്ടിലാ? ആരൊക്കെ ഉണ്ട്? നമ്മളെ സന്തോഷം അനിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീയും നിന്റെ ഫാമിലി കൂടെ വരണം. അതൊന്നും അങ്ങനെയൊന്നും ഇനി പിന്നെ ഭാര്യയ്ക്ക് പറ്റില്ല, മക്കൾക്ക് പറ്റില്ല, അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും പറ്റില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം അടിച്ചു പൊളിക്കാം. നീ ധൈര്യമായിട്ട് വാ. വെള്ളോടി ഉണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ വേണ്ടേ, ഫാമിലി ആയിട്ടൊക്കെ വരണല്ലേ. എന്ന് സമയവും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് മെസ്സേജ് ഇട്ടേക്കും. മെസ്സേജ് അയച്ചാൽ മതി. ഓ, ഒരുപാട് നാളായിട്ട് എന്നെ കണ്ടിട്ട്. അപ്പോൾ പിന്നെ ഇനി മാറ്റമൊന്നുമില്ല. ഓക്കെ, നമ്മൾ കൂടുന്നു, അടിച്ചു പൊളിക്കുന്നു. ശരിയടേ. ഓക്കെ. ചേച്ചി, കുഴപ്പമുള്ളത്തമ്മയുടെ കാലില് തിളച്ച വെള്ളം കോരി ഒഴിച്ചതിന്റെ കുറ്റബോധം ഇതിലായിട്ട് മാറിയിട്ടില്ലേ? നിന്റെ ഈ പർസ് നിർത്താൻ വേണ്ടിയിട്ടാണ് നിനക്ക് ജ്യൂസ് മേടിച്ചു തന്നെ. അപ്പൊ നീ അത് തന്നെ പറയടാ വീണ്ടും. എന്നാ അത് വിട്, അങ്ങോട്ട് പോകണം. പറ ചേച്ചിക്ക് എങ്ങനെയുള്ള സ്ഥലമാണോ വേണ്ടത്? കടലുള്ള സ്ഥലമാണോ, അതോ കുന്ന് മല അങ്ങനത്തെ സ്ഥലമാണോ, ഹൈ റേഞ്ച് വേണോ, ലോ റേഞ്ച് വേണോ? എങ്ങനെയാ പറ. ഇതെല്ലാം കൂടെ ഒറ്റ സ്ഥലത്ത് കിട്ടുമോ? ഇല്ലല്ലോ. ഇല്ല. എന്നാ മിണ്ടാണ്ടിരി അവിടെ. എന്നാലും പറ. കടലാണെങ്കിൽ ഗോവയ്ക്ക് പോവാ, ഫുഡിന്റെ കാര്യങ്ങളാണെങ്കിലും വേണമെങ്കിൽ ഗോവയ്ക്ക് പോവാ. ഗോവയിലായിരിക്കും നിനക്ക് കൈവശം തന്നുണ്ടോ? എന്നാ പിന്നെ ശരി, ഊട്ടിക്ക് പോവാ. ഊട്ടി ടെമ്പറേച്ചർ എത്താൻ നോക്കിപ്പം. എന്താടേ, എവിടെ പോണെന്ന് ഫിക്സ് ചെയ്താ? ഗോവയെക്കാളും പറ്റിയൊരു സ്ഥലം കിട്ടണ്ട. പോടാ അവിടുന്ന്. ഗോവ അതിനേക്കാൾ എത്ര നല്ല സ്ഥലങ്ങളുണ്ട്. അച്ഛേ, നിങ്ങളൊരു സ്ഥലത്ത് കൊണ്ടുപോവാം. എവിടെ? നമ്മളെ ബോസിന്റെ അവിടെ. ബോസിന്റെ അവിടെ? നമ്മളെ ഫ്രണ്ട് ബോസില്ലേ, അവൻ ഗെറ്റ് ടുഗദർ വിളിച്ചേക്കണം. ബോസുണ്ട്, സന്തോഷമുണ്ട്, അനിയുണ്ട്, എല്ലാവരും ഉണ്ടെന്ന്. ഫാമിലി, എല്ലാവരും ഫാമിലി ഉണ്ട്. അപ്പം നമുക്കിന്ന് പോയാലെന്ത്, നിങ്ങൾക്ക് ആടാം പാടാം, പിന്നെ നല്ല ഫുഡും കിട്ടും. അല്ല, റിസോർട്ട് വല്ലതും വെച്ചാണ് ഗെറ്റ് ടുഗദർ? പോടാ, റിസോർട്ട്. എടാ, അവനെ വീട്ടിൽ വെച്ച്. വീട്ടിൽ വെച്ചാ? പിന്നെ ഇവർക്ക് കൂട്ടുകാർക്ക് എല്ലാരും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഞങ്ങളുടെ പരിപാടി. അങ്ങ് ചെന്ന് കയറിക്കോട്. ബോസിന്റെ ഭാര്യയില്ല മഞ്ജു, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഒരാഴ്ചക്കും പഠിച്ച് അപ്പം അവിടെ മണത്ത് പറയും. അവിടെ വെള്ളമൊന്നും കയറ്റൂല. അല്ല ചെയ്യും, ബോസ് അങ്കിൾ എന്ന് പറയുമ്പോൾ ബോസ് പഴയ ബോസറാ. നിന്റെ അവൻ ഗൾഫിലായിരുന്നപ്പോൾ നിന്നെ കാണാൻ വേണ്ടി, കൊച്ചിയിലെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നിനക്ക് മുതൽ തന്നത് ബോസാണ് അവിടെ വന്നപ്പോൾ. പിന്നെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവരുന്നത്. പിന്നെ പണ്ടൊക്കെ ഇവിടെ വരുമായിരുന്നു. ഞാൻ എന്തുമാത്രം ഉപകാരമാണ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്നെ പറഞ്ഞു, മച്ചമ്പി എനിക്ക് ലക്ഷക്കണക്കിന് കാശുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട വീട് വെച്ച് തരണമെന്ന് പറയും. ആരെ കിട്ടില്ലെന്ന്. നല്ല ഡിസൈനിങ് അച്ഛൻ പിന്നെ ചെയ്ത് കൊടുത്ത്. അച്ഛൻ വെച്ചു കൊടുത്താ? പിന്നെ അച്ഛൻ ചെയ്ത് കൊടുത്ത്. പിന്നെ എന്താ, പാല് വെച്ച് കഴിഞ്ഞ് 1 മാസം എടുത്ത് മിണ്ടിയില്ല അവൻ. അച്ഛനെ പറ്റി കുറ്റം വല്ലതും പറഞ്ഞു കൊടുത്ത് കാണാ ബോസങ്ങളെടുത്ത്? കുറ്റമല്ലടാ, ഉള്ള കാര്യം വല്ലതും ആയിരിക്കും പറഞ്ഞത്. അതൊന്നുമല്ല. പിന്നെ എനിക്കത് മനസ്സിലായത്, അവനെ പാലിയാച്ചിൻ്റെ അന്ന് ഒരു കെട്ട് നോട്ടെടുത്ത് എൻ്റെ കയ്യിൽ വെച്ച് തന്നു. ഞാൻ പറഞ്ഞു, എന്തിനടേ ഇത്? വില ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. സഹായം ചെയ്തതിൻ്റെ പ്രതി പറഞ്ഞു. ഞാൻ എത്ര പാടാന്ന് പറഞ്ഞു. നിന്റെ പൈസ വേണ്ട, സ്നേഹം എന്താണ് വല്ലതെന്ന് പറഞ്ഞു.
അച്ഛൻ അങ്ങനെ പറയാൻ സാധ്യത ഇല്ലല്ലോ. ഇത് അല്ല കൂട്ടുകാരോടൊക്കെ അങ്ങനെ പറയും ചിലപ്പോ. പിന്നല്ലാതെ അപ്പോഴാണ് പിണങ്ങിയത്. പിന്നൊക്കെ മാറി, പിന്നെ സംസാരമായി, നമുക്ക് കളി ചിരിയൊക്കെ, പിന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമ്മൾ ടൂറൊക്കെ പോയിട്ടുണ്ട്. അല്ല എന്നാ പോണേ ഇപ്പൊ? ഞായറാഴ്ച പോയത്. ഏത് ഞായറാഴ്ച? ഞായറാഴ്ച ഈ വരണ ഞായറാഴ്ച പോവാം അല്ലേ? അവര് പറഞ്ഞ ഡേറ്റ് പറഞ്ഞ അവര്? അവൻ മെസ്സേജ് ഈ ഞായറാഴ്ച ചെല്ലായി. ഞായറാഴ്ച ഈ ഒരു ഞായറാഴ്ച കിട്ടുന്നത് കുറെ പണിയുണ്ടാവും ഇവിടെ. ഓക്കെ, ശ്രീകുട്ടിനെ വിളിച്ചോണ്ട് പോവാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.